സദ്ഗുരു സായിബാബയുടെ 107ാം മഹാസമാധി ആചരണ പരിപാടികൾക്ക് തുടക്കമായി. കല്ലായി റോഡ് ശ്രീ സായിബാബ മിഷനിൽ നടന്ന പരിപാടികൾ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ പി ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 3 വരെയാണ് സായിബാബ സമാധി ദിനാചരണം നടക്കുന്നത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നഗര സങ്കീർത്തനം, ബാബയ്ക്ക് വസ്ത്ര സമർപ്പണം, വിശേഷാൽ പൂജകൾ, ഭജന, ഭക്തിഗാനമേള എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ഉദ്ഘാടന പരിപാടികൾ കല്ലായി റോഡ് ശ്രീ സായിബാബ മിഷനിൽ നടന്നു. ടൗൺ ഇൻസ്പെക്ടർ ജിതേഷ് പി ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബാബ ചെലുത്തിയിട്ടുള്ള സ്വാധീനം അത്രമാത്രം ഉണ്ടായിരിക്കാം എന്നെനിക്ക് വിശ്വാസമുണ്ട്. കാരണം അത് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഉപരിയായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള എന്തോ ഒരു ചൈതന്യ, ഒരു ശക്തി എല്ലാവരും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതാണ് ഇവിടെ എല്ലാവരെയും ഒത്തുകൂടിക്കാനുള്ള ഒരു കാര്യം നിമിത്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. മൗനവ്യാഖ്യാ പ്രകടിതമായ ബ്രഹ്മതത്വം ആ മുദ്രയിൽ കാണിക്കുന്ന ഇവിടെ അത് കൈ ഉയർത്തുന്നുള്ളൂ. ആ മുദ്രയിൽ പരബ്രഹ്മത്തിന്റെ തത്വമുണ്ട്. നമ്മളത് അറിയണം, നമ്മളത് കണ്ട് അറിയണം. ആ അറിവ് എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളം ബാബയായി മാറാറുണ്ട്. നമ്മൾ ബാബയായി മാറണം, ഈശ്വരനായി നമ്മൾ മാറണം. മനുഷ്യൻ അതാണ് ബാബയിലേക്കുള്ള ദൂരം കുറയുക എന്നതാണ് നമ്മുടെ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസിഡന്റ് പി നാഗരത്നൻ അധ്യക്ഷനായിരുന്നു. മാധ്യമപ്രവർത്തകൻ അനിൽ രാധാകൃഷ്ണൻ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ എം പ്രമോദ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സ്വാമി ശാന്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭിന്നശേഷി കുട്ടികൾക്കുള്ള എൻഡോമെന്റ്, വിദ്യാഭ്യാസ എൻഡോമെന്റ്, ചികിത്സാ സഹായം എന്നിവയും വിതരണം ചെയ്തു. സെക്രട്ടറി VP മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി A വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരതിക്കും മംഗളാരതിക്കും ശേഷം ചടങ്ങുകൾ സമാപിച്ചു. 13 ദിവസങ്ങളിലായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹയർ സെക്കൻഡറി NSS ജീവിതോത്സവം പദ്ധതി